Next question ചെയ്യാം. See, figure shows a position time graph. So, position time graph for a particle in SHM. SHM എന്ന് കേട്ടിട്ടുണ്ടോ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു സാധനം ഞാൻ പറയട്ടെ. സിമ്പിൾ പെൻഡുലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിമ്പിൾ പെൻഡുലം നമുക്ക് ലാബിൽ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മുടെ ഒരു നൂലിൻ്റെ അറ്റത്ത് ഒരു ഉണ്ട കെട്ടി തൂക്കാം. ഓക്കെ, ഇത് ബോബാണ്. ഉണ്ടേ പറയുന്ന പേരെന്താണ്? ബോബ്. ബോംബല്ല, ബോബ് എന്നാണ്. ഇനി ഇതിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങ് കൊണ്ടുവരാം. ഓക്കെ, ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് പിടിവിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും അല്ലേ? അങ്ങേയറ്റത്തെത്തും. ഇനി അവിടെ നിന്ന് തിരിച്ചു വരും, അങ്ങോട്ട് ഇങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യും. ഇതിൻ്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെ ഈ വർഷം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ സിമ്പിൾ പെൻഡലത്തിൻ്റെ മോഷൻ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി ഇവിടെ ഞാൻ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ബോബാണ്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പം ഇത് ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ അത് വന്ന് റെസ്റ്റിലാവും. ഏത് പൊസിഷനിൽ? ഈ പൊസിഷന് ഞാൻ പറയുന്ന പേരാണ് മീൻ പൊസിഷൻ. എന്താ പറയുക? മീൻ പൊസിഷൻ. അപ്പം നമ്മൾ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു ബോബാണിത്. ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. എന്താണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ? എന്താണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ? കെട്ടിത്തൂക്കിയിരിക്കുന്ന പോയിന്റ് എന്ന്. അപ്പോൾ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഇതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിടിവിട്ടാൽ ഇത് ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ ഇത് വന്ന് റെസ്റ്റിലാവും. എവിടെ റെസ്റ്റിലാവും? മീൻ പൊസിഷനിൽ ഒന്ന് റെസ്റ്റിലാവും. ഓക്കെ ആണേ? അപ്പം ഞാനേ ഇങ്ങോട്ട് ഒരുപാട് ദൂരം വലിച്ചുകൊണ്ട് വന്നാൽ എന്ത് സംഭവിക്കും? വലിയ ഓസിലേഷൻ ആവും അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചിട്ട് പിടിവിടുന്ന സമയത്ത് ഈ ബോബ് തിരിച്ച് ഏത് പൊസിഷനിലേക്ക് വരാൻ ശ്രമിക്കുന്നതാണ്? മീൻ പൊസിഷനിലേക്ക് വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയാൽ കൂടുതലായിട്ട് ആ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഫോഴ്സിനെ എന്താ പേര് വിളിച്ചത്? റീസ്റ്റോറിങ് ഫോഴ്സ്. എന്താ പറയുക? റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സ്. അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് റീസ്റ്റോറിങ് ഫോഴ്സ് കാരണമാണ് ഇത് തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട് കൊടുത്താൽ കൂടുതൽ എന്തുണ്ടാവും? റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അത്ഭുത സംഭവമൊന്നുമല്ലോ. അപ്പോൾ ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് ഡിസ്പ്ലേസ്മെൻറ്റിന്. അതായത് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്താൽ കൂടുതൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്തത്? ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ? അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് മീൻ പൊസിഷനിലോട്ടാണ്, ഡിസ്പ്ലേസ്മെൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു സൈൻ ഇടണം, മൈനസ്. അപ്പോൾ എന്താണ് മീനിങ്? എഫും എക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എഫും എക്സും ഡയറക്റ്റ് പ്രപ്പോർഷനിലുമാണ്, അവർ രണ്ടൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മോഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ മോഷനെ പറയുന്ന ജനറൽ പേരാണ് SHM. ഒന്നും മനസ്സിലായില്ലല്ലോ? നോക്കൂ, ഒന്നുകൂടെ. ഒരു സിമ്പിൾ പെൻഡുലം ഒന്നെങ്കിലും മനസ്സിലായോ? സിമ്പിൾ പെൻഡുലം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഈ പൊസിഷനെ പറയുന്ന പേരാണ് മീൻ പൊസിഷൻ. ഇതിനെ ഞാൻ സൈഡിലേക്ക് വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യും. ലാസ്റ്റിൽ അത് ഏത് പൊസിഷനിൽ വന്ന് നിൽക്കും? മീൻ പൊസിഷനിൽ വന്ന് നിൽക്കും. ഇത്രയും മനസ്സിലായല്ലോ? ഇനി ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിന്ന് ഞാൻ കൂടുതൽ ദൂരം ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ഇത് തിരിച്ചു വരാൻ കാരണക്കാരനായ ഫോഴ്സിനെ എന്താ പറഞ്ഞത്? റീസ്റ്റോറിങ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പം ഞാൻ ഇവിടത്തേക്ക് കൂടുതൽ വലിച്ചുകൊണ്ട് വന്നാൽ അതിന് റീസ്റ്റോറിങ് ഫോഴ്സ് കൂടുതലായിട്ടുണ്ടാവും. അതായത് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ ഉണ്ടാക്കുന്നിടത്തോളം കൂടുതൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. അപ്പോൾ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ ഉണ്ടാക്കിയാൽ കൂടുതൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. ഇനി നിങ്ങൾ നോക്കൂ, ഇതല്ലേ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയത് ഇങ്ങോട്ടല്ലേ? അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. അപ്പോൾ എഫും എക്സും ഡയറക്റ്റ് പ്രപ്പോർഷനിലായിരിക്കുകയും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള മോഷനുകളെ വിളിക്കുന്ന ജനറൽ പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഒരു മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റും റീസ്റ്റോറിങ് ഫോഴ്സും ഡയറക്റ്റ് പ്രപ്പോർഷനിലായിരിക്കുകയും അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയും ചെയ്താൽ ആ മോഷനെ പറയുന്ന പേരാണ് SHM. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തലേന്നും പോയിക്കണ്ട. സോ ഒന്നുകൂടെ, in any motion, if the restoring force is directly proportional to displacement and if they are in the opposite direction, the motion can be generally called as
simple harmonic motion. എന്താ പേര്? Simple harmonic motion. So listen properly. This is a simple pendulum. This is a thread. This is a point of suspension. This is called this unda. This sphere is called a bob. Then see, you can bring it to this position and release. So it will oscillate, and finally it comes to mean position. Okay, so your bob has a tendency to return back to mean position. So this tendency is due to the restoring force arised. See, you bring it to extreme position. So you release, then it will return back to mean position at the end. Am I right? See, this force is known by the name restoring force. Then if you give more displacement, restoring force will be more. So displacement and restoring force are in the direct proportion, then but restoring force is to mean position, displacement is in the opposite direction. So these two are in the opposite direction also. So F and X are in direct proportion and they are in the opposite direction. In any motion, if you write this condition, that motion can be known by the can be called by the name SHM. So what do you mean by SHM? Simple harmonic motion. See, in any motion, if the restoring force and displacement are in direct proportion, and if they are in the opposite direction, the motion can be called as SHM. So tell me, what is SHM? In any motion, if a restoring force proportional to displacement and restoring force and displacement are in the opposite direction, the motion can be generally called as SHM. So clear? So what is SHM? Tell me, what is SHM? Say, in any motion, if the restoring force and displacement are in direct proportion, and if they are in the opposite direction, the motion can be called as SHM. Okay, so oscillation of simple pendulum is example for SHM. Okay, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ അവിടെ, you read your question. See, in our question we are dealing with SHM. So this is position time graph. Then give the sign of position, velocity and acceleration. So you have to say the sign of position, velocity and acceleration at a time equal to 0.3 second, 1.2 second, minus 1.2 second. മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ്? പൊസിഷന്റെ സൈൻ വേണം, വെലോസിറ്റിയുടെ സൈൻ വേണം, ആക്സലറേഷന്റെ സൈൻ വേണം. എപ്പോഴൊക്കെയാ? 0.3 സെക്കൻഡ് ആവുമ്പോഴും 1.2 സെക്കൻഡ് ആവുമ്പോഴും മൈനസ് 1.2 സെക്കൻഡ് ആവുമ്പോഴും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം 0.3 സെക്കൻഡ് എടുക്കാം. 0.3 സെക്കൻഡ് ഇവിടെയും കണ്ടല്ലേ? 0.3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ? അപ്പോൾ ആ സമയത്തുള്ള എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കൂ, പൊസിഷൻ നോക്കാം, ഇങ്ങോട്ടെ വരച്ചു മുട്ടിച്ചു. പൊസിഷൻ നെഗറ്റീവ് അല്ലേ? അപ്പോൾ പൊസിഷൻ നെഗറ്റീവ്. സോ 0.3 സെക്കൻഡിന്റെ കാര്യം, അറ്റ് 0.3 സെക്കൻഡ് പൊസിഷൻ ഈസ് നെഗറ്റീവ്. പൊസിഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും തോന്നിയോ? 0.3 സെക്കൻഡിൻ്റെ അവിടെ നിന്ന് വരച്ചു മുട്ടിച്ചു, ഇങ്ങോട്ട് നോക്കിയപ്പോൾ നെഗറ്റീവ് നമ്പറാണ് കിട്ടിയത്. സോ പൊസിഷൻ ഈസ് നെഗറ്റീവ്. ഇനി എന്ത് വേണം? വെലോസിറ്റി വേണം അല്ലേ? വെലോസിറ്റി വേണം. നിങ്ങൾ നോക്കൂ, ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നിന്ന് ഞാൻ വരച്ച് മുട്ടിച്ചു. അപ്പോൾ ഇവിടെയാണ് ചെന്ന് മുട്ടിയത്. അപ്പോൾ ഈ പോയിന്റിലുള്ള വെലോസിറ്റി വേണം അല്ലേ? ആ വെലോസിറ്റിയെ ഞാൻ എന്താ പറയുക? എന്താ വെലോസിറ്റിയുടെ പേര്? പ്രണവ്, എന്താ വെലോസിറ്റിയുടെ പേര്? പെട്ടെന്ന് പറ. വെലോസിറ്റിക്ക് പേരില്ലേ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയുടെ പേരെന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്താ വെലോസിറ്റിയുടെ പേര്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയുടെ പേര് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പോൾ ഈ പോയിന്റിലെ വെലോസിറ്റി നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാണ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നിന്ന് വരയ്ക്കുക, മുട്ടിക്കുക, മുട്ടിയ സ്ഥലത്തൊരു ടാൻജന്റ് വരയ്ക്കുക, വരച്ചു ഈ സാധനത്തിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നല്ലേ ഞാൻ പഠിപ്പിച്ചേ? അപ്പൊ ഇതിന്റെ സ്ലോപ്പ് നിങ്ങൾ കണ്ടുപിടി. എന്താ എന്നടുത്ത് ചോദിക്കുന്നോ? ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ആരുടെങ്കിലും ചോദിക്കണോ? സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി കാണാൻ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. സ്ലോപ്പ് കാണാൻ എന്താ വഴി? നോക്കൂ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇവിടെ 2 പോയിന്റുകൾ എടുക്കുക, ഇവിടെ മുട്ടിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഉള്ള ടൈം T2, ഇവിടെ ഉള്ള ടൈം T1 അല്ലേ? T2ന്റെ നേരെ നോക്കുമ്പോൾ ഫൈനൽ പൊസിഷൻ കിട്ടും. ഇനി T1ന്റെ നേരെ നോക്കുമ്പോൾ ഇനീഷ്യൽ പൊസിഷൻ കിട്ടും. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കൂ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ വഴി? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y ഡിസ്റ്റൻസ്. എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ?
ടാൻ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഗ്രാഫ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, സ്ലോപ്പ് എന്തായിരിക്കും? ബുദ്ധി വെച്ച് പറയൂ. നോക്ക്, സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ് ഞാൻ. നോക്ക്, y ഡിസ്റ്റൻസ് ബൈ ഈ ഡിസ്റ്റൻസ് ബൈ ഈ ഡിസ്റ്റൻസ്, അങ്ങനെയല്ലേ? അപ്പോൾ y ഡിസ്റ്റൻസ് ബൈ എക്സ് ഡിസ്റ്റൻസ് എന്ന് ഞാൻ എഴുതി. പറഞ്ഞോ, ഈ ഡിസ്റ്റൻസ് എങ്ങനെ കാണും, ഈ ഡിസ്റ്റൻസ് എങ്ങനെ കാണും? എക്സ് ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യും? T2-ൽ നിന്ന് T1 മൈനസ് ചെയ്യും. ഓക്കെ, അടുത്ത y ഡിസ്റ്റൻസ് കാണാൻ ഇതാ ഇവിടുത്തെ നമ്പറിൽ നിന്ന് ഇവിടുത്തെ നമ്പർ മൈനസ് ചെയ്യും. ഓക്കെ, ഇനി നോക്കി പറയണം. ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് ഒരു വലിയ നമ്പർ, എത്ര? -2 ആണെന്നിരിക്കട്ടെ, സന്തോഷത്തിന് വേണ്ടി. -2 മൈനസ്, നോക്ക്, ഈ x1 എന്ന് പറയുന്നത് -1 ആണെന്നിരിക്കട്ടെ. ഇനി T2-ന്റെ വാല്യൂ നിങ്ങൾ തന്നെ പറയൂ. T2-ന്റെ വാല്യൂ ഒരു വലിയ നമ്പർ. ഓക്കെ, ഒരു വലിയ നമ്പർ പറ. ഇനി T1-ന്റെ വാല്യൂ അതിനേക്കാളും ചെറുതല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇത് പോയാൽ പോസിറ്റീവ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ പോസിറ്റീവ്. ഇനി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്തേ വരൂ? നെഗറ്റീവേ വരൂ. അപ്പോൾ സ്ലോപ്പിൻ്റെ ആൻസർ എന്തേ വരൂ? നെഗറ്റീവേ വരൂ. സ്ലോപ്പ് അല്ലേ വെലോസിറ്റി? അപ്പോൾ വെലോസിറ്റിയുടെ ആൻസർ എന്തേ വരൂ? നെഗറ്റീവ് വരൂ. ചില ആളുകൾ കണ്ണ് തള്ളി വരികയാണ്. കണ്ണൊന്ന് തള്ളണ്ട, ഇത് സിമ്പിളാണ്. ഞാൻ ആ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഒന്നും കൂടെ പറഞ്ഞതാണ്. നോക്ക്, അവിടെയെങ്കിലും നോക്കണ്ട, ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വരയ്ക്കാം. നോക്ക്, ഇവിടെ ആ പർട്ടിക്കുലർ സെക്ഷൻ മാത്രം ഞാൻ വരയ്ക്കാം. ഇങ്ങനെയാണ് ഗ്രാഫ് ഇടുന്നത്. ഓക്കെ, ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൻ്റെ പേര് 0.3 എന്നാണ്. ഈ സമയത്തുള്ള എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിന്ന് വരയ്ക്കുക, മുട്ടി. ഈ മുട്ടിയ സ്ഥലത്ത് എന്ത് വരയ്ക്കും? ഒരു ടാൻജൻറ്റ് വരയ്ക്കും. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈനാണ് കിട്ടിയത്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ പറയണോ നിങ്ങളുടെ അടുത്ത്? ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വരച്ചാൽ ഇവിടെ മുട്ടും, ഇവിടെ നിന്ന് വരച്ചാൽ ഇവിടെ മുട്ടും. ഇനി അപ്പോൾ ഇവിടെ ഉള്ള ടൈമിനെ T2 എന്ന് പറയാം, ഇവിടെ ഉള്ള ടൈമിനെ T1 എന്ന് പറയാം. T2-ൻ്റെ നേരെയുള്ള ഈ പൊസിഷൻ്റെ പേര് x2, T1-ൻ്റെ നേരെയുള്ള ഈ പൊസിഷൻ്റെ പേര് x1. ഓക്കെ, ഇനി നിങ്ങൾ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y ഡിസ്റ്റൻസ് ബൈ എക്സ് ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ y ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എക്സ് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചല്ലേ ഇത്. അപ്പോൾ y ഡിസ്റ്റൻസ് എന്താണ്? y ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് പറ. ഇവിടുത്തെ നമ്പർ മൈനസ്, നമുക്ക് ആദ്യം ഇത് ചെയ്യാം. എക്സ് ഡിസ്റ്റൻസ് പറയും എന്താണ്? T2 മൈനസ് T1. T2 മൈനസ് T1 എടുത്താൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യും. അപ്പോൾ ആൻസർ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി y ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? x2-ൽ നിന്ന് x1 മൈനസ് ചെയ്യണം. x2-ൽ നിന്ന് x1 മൈനസ് ചെയ്യാൻ കൊണ്ട് ഇവിടുത്തെ നമ്പർ ഒരു -5 ആണെന്നിരിക്കട്ടെ, മൈനസ് ഇത് -2 ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ പ്ലസ്. ഓക്കെ, ഇപ്പം നെഗറ്റീവ് അല്ലേ വരൂ. ഓക്കെ, നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്ത് വരും? നെഗറ്റീവ് വരും. അപ്പോൾ സ്ലോപ്പ് ഈസ് വെലോസിറ്റി, സോ വെലോസിറ്റി ഈസ് നെഗറ്റീവ്. ഇനി ഞാൻ പറയില്ലേ? ഒന്നുകൂടെ പറയണോ? പറയണേ, ഇപ്പോൾ പറയും. ഒന്നുകൂടെ കാണിക്കുക. എന്താണ് ഇതൊന്നും റിസർച്ച് ഒന്നും നടത്തണ്ട, നമ്മുടെ ബുദ്ധി കുറവുകൊണ്ടാണ് അത് വീണ്ടും പറയേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? ശരിയല്ലേ? നോക്ക്, നേരത്തെ ഉള്ളത് നേരെ പഠിക്കാഞ്ഞിട്ടാണ്. നോക്കൂ, കണ്ണു തള്ളി വരുന്നത് അതുകൊണ്ടാണ്. നോക്കൂ, ഇതാണ് ഗ്രാഫിൻ്റെ ആ സെക്ഷൻ. ഇവിടെ പൊസിഷനും ഇവിടെ ടൈമുമാണ്. 0.3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എങ്ങനെ ആണെന്ന് വെച്ചാൽ ഇവിടെയാണ് 0.3. ഓക്കെ, ആ 0.3-ലുള്ള വെലോസിറ്റി എത്രയെന്നാണ് ചോദ്യം. ഇങ്ങനെ വരച്ചു, മുട്ടിച്ചു. ഇനി അടുത്തെന്താണ് ഇത്? ഈ മുട്ടിയ സ്ഥലത്ത് എന്ത് വരയ്ക്കണം? ടാൻജൻറ്റ് വരയ്ക്കണം. ഓക്കെ, ഇനി ടാൻജൻറ്റിൻ്റെ എന്ത് വരച്ചാൽ മതി? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഗീവ്സ് യു വെലോസിറ്റി. സ്ലോപ്പാണ് വെലോസിറ്റി കാണണം. എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ ഒരു പോയിന്റ് മുട്ടും, ഇത് T2. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ ഒരു പോയിന്റ് മുട്ടും, T1. ഓക്കെ, T2-ൻ്റെ നേരെയുള്ള ഈ പൊസിഷൻ്റെ പേര് നിങ്ങൾ പറ, y2 എന്ന് വിളിക്കട്ടോ. ഇനി അടുത്ത് ഈ T1-ൻ്റെ നേരെയുള്ള ഈ പൊസിഷൻ്റെ പേര് y1 എന്ന് വിളിച്ചോട്ടെ. ഞാൻ നേരത്തെ x ആണ് എടുത്തത്, ഏതെങ്കിലും കേട്ട്. വെലോസിറ്റി കാണാൻ പോവാണ്. സീക്വൽ ടു y ഡിസ്റ്റൻസ് ബൈ എക്സ് ഡിസ്റ്റൻസ് എടുത്താൽ പോരെ. എന്താണ് ഇവിടുത്തെ y ഡിസ്റ്റൻസ്, എന്താണ് ഇവിടുത്തെ എക്സ് ഡിസ്റ്റൻസ്? എക്സ് ഡിസ്റ്റൻസ് ആദ്യം പറയൂ. T2 മൈനസ് T1, വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പർ, പോസിറ്റീവ്. ഓക്കെ, അടുത്ത y ഡിസ്റ്റൻസ് പറയണം. y2 മൈനസ് y1 പറ. 5 -5 മൈനസ് -3. ഒരു എക്സാമ്പിൾ. സോ അപ്പോൾ എന്തായി? പ്ലസ്. അപ്പോൾ യു ആർ ഗെറ്റിംഗ് -2. സോ യു ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് ആൻസർ. നെഗറ്റീവ് ബൈ പോസിറ്റീവ്, നെഗറ്റീവ്. സോ വെലോസിറ്റി വിൽ ബി നെഗറ്റീവ്. ഇനി പറയണോ?
അപ്പോൾ ആ പോയിന്റിലെ വെലോസിറ്റിയുടെ ആൻസർ നെഗറ്റീവാണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പോൾ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അറ്റ് 0.3 സെക്കൻഡ് പറയൂ പൊസിഷൻ ഈസ് നെഗറ്റീവ്, അടുത്ത് വെലോസിറ്റി ഈസ് ആൾസോ നെഗറ്റീവ്. അടുത്തെന്താണ്? ആക്സലേഷൻ കണ്ടുപിടിക്കണം അല്ലേ? ആക്സലേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. SHMലുള്ള ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ആക്സലേഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, -ω² x എന്നാണ്. എന്താണ് ഇക്വേഷൻ? ആക്സലേഷൻ ഈക്വൽ ടു എന്താണ്? -ω² x എന്നാണ്. നിങ്ങൾ നോക്കൂ, നേരെ നോക്കി, ആക്സലേഷൻ ഈക്വൽ ടു -ω² x. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇത് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ആക്സലേഷൻ്റെ ആൻസർ എന്തേ വരൂ? പോസിറ്റീവ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ എന്താണ്? അറ്റ് 0.3 സെക്കൻഡ് വെരി ക്ലിയർ, 0.3 പൊസിഷൻ ഈസ് നെഗറ്റീവ്. ദെൻ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടി, അത് നെഗറ്റീവ്. ദെൻ ആക്സലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM ഇസ് ഈക്വൽ ടു -ω² x. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി നമ്മൾ പഠിക്കും. ഒമേഗയുടെ വാല്യൂ ഒക്കെ നമുക്ക് അവിടെ പഠിക്കാം, ഇപ്പോൾ അതൊന്നും വേണ്ട. സോ ആക്സലേഷൻ ഈക്വൽ ടു -ω² x. അപ്പോൾ ഇതിനകത്തുനിന്ന് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് എന്ന് കൊടുക്കുക. അപ്പോൾ യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് ആൻസർ. ആക്സലേഷൻ ഈസ് പോസിറ്റീവ്. ഇനി അടുത്തത് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഓക്കെ, അറ്റ് ടൈം ഈക്വൽ ടു പറയൂ. അറ്റ് ടൈം ഈക്വൽ ടു എത്ര വേണ്ടത്? 1.2 സെക്കൻഡ്. ടൈം 1.2 ആയിരിക്കുമ്പോൾ ഉള്ള എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം, വി കണ്ടുപിടിക്കണം, എ കണ്ടുപിടിക്കണം. പറഞ്ഞോ, എക്സും വേണം, വിയും വേണം, എയും വേണം. ഞാൻ ഇനി ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ, നിങ്ങളാണ് ആൻസർ എനിക്ക് പറഞ്ഞു തരേണ്ടത്. പറ, എക്സ് ഇതല്ലേ 1.2, ഇവിടെ എങ്ങനെ വരും? 1.2 ആണെന്നിരിക്കട്ടെ. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വരച്ചു, മുട്ടിച്ചു, ഇങ്ങോട്ട് നോക്കിയാൽ പൊസിഷൻ കിട്ടും, പോസിറ്റീവ്. ബുദ്ധിമുട്ടുണ്ടോ? ഇനി അടുത്ത് വെലോസിറ്റി വേണം. വെലോസിറ്റി കാണാൻ ഈ പോയിന്റിൽ എന്ത് വരയ്ക്കുക? ടാൻജന്റ് വരയ്ക്കുക. വരച്ചു, സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഇങ്ങനെയാണ് ഗ്രാഫ്. അപ്പോൾ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടി. സ്ലോപ്പ് കണ്ടാൽ മനസ്സിലായില്ലേ? പോസിറ്റീവ്. ഇനി ബാക്കി വേണോ? ആക്സലേഷൻ കാണണം. ആക്സലേഷൻ കാണാൻ ഇക്വേഷൻ -ω² x എന്നാണ്. അപ്പോൾ നോക്കൂ, എക്സ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവാ. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ ആക്സലേഷൻ്റെ ആൻസർ നെഗറ്റീവ്. ഇനി എന്താ വേണ്ടത്? ഇതിനി പറയണ്ടല്ലോ. അപ്പോൾ അറ്റ് 1.2 പൊസിഷൻ ഈസ് പോസിറ്റീവ്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇവിടെ ടാൻജന്റ് വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പ് എടുക്കുക. ഇങ്ങനെയാണ് ഗ്രാഫ്. അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ പോസിറ്റീവ് വരും. സോ വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഇനി എന്താ വേണ്ടത്? ആക്സലേഷൻ. ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -ω² x എന്നാണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. സോ ആക്സലേഷൻ ഈസ് നെഗറ്റീവ്. ഇനി അടുത്തത് നിങ്ങൾ തന്നെ പറയണം. അറ്റ് ടൈം ഈസ് ഈക്വൽ ടു -1.2 സെക്കൻഡ്. അറ്റ് ടൈം ഈക്വൽ ടു -1.2 സെക്കൻഡ്. നിങ്ങൾ നോക്കൂ, ഇതാണ് -1.2 എന്ന് വെച്ചോളൂ. പൊസിഷൻ പറയൂ, പെട്ടെന്ന് പറ. വരച്ചു, മുട്ടിച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നെഗറ്റീവ് അല്ലേ? അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, ഇനി ആക്സലേഷൻ അപ്പോഴേ നമുക്ക് എഴുതാം. ആക്സലേഷൻ്റെ ആൻസർ എന്താണ്? -ω² x എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എക്സിന് പകരം നെഗറ്റീവ് എടുത്താൽ ആക്സലേഷൻ ഈസ് പോസിറ്റീവ്. ഇനി എന്ത് വേണം? വെലോസിറ്റി വേണം. പെട്ടെന്ന് പറ. വെലോസിറ്റി എങ്ങനെ കാണും? ഈ മുട്ടിയ പോയിന്റിൽ എന്ത് വരയ്ക്കുക? ടാൻജന്റ് വരയ്ക്കുക. കണ്ടോ? വരച്ചു. ഈ ലൈനിൻ്റെ എന്ത് വരയ്ക്കണം? സ്ലോപ്പ്. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കണ്ടുപിടിക്കാം. നോക്കൂ, വെലോസിറ്റി കാണാൻ അവിടുത്തെ സ്ലോപ്പ് എടുക്കണം. സ്ലോപ്പ് കാണാൻ പോവാണേ. നോക്കിക്കോളൂ, ഈ എൻഡിൽ നിന്ന് വരച്ചു, മുട്ടിച്ചു, ഈ എൻഡിൽ നിന്ന് വരച്ചു, മുട്ടിച്ചു. ഓക്കെ, ഇത് ഇനീഷ്യൽ ടൈം, ഇത് ഫൈനൽ ടൈം. ഫൈനൽ ടൈമിന് നേരെയുള്ള പൊസിഷൻ ഫൈനൽ പൊസിഷൻ, ഇനീഷ്യൽ ടൈമിന് നേരെയുള്ള പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി സ്ലോപ്പ് കാണാൻ y ഡിസ്റ്റൻസ് ബൈ എക്സ് ഡിസ്റ്റൻസ് എന്നാണ്. എക്സ് ഡിസ്റ്റൻസ് പറ, T2 - T1. ഇവിടുത്തെ നമ്പർ നെഗറ്റീവ്, ഒരു ചുമ്മാ ഒരു നമ്പർ പറ. ഇവിടെ വലുതും ഇവിടെ ചെറുതല്ലേ? -3, ഇവിടെ -2. ഓക്കെ, ചുമ്മാതെ ഇതിലൊന്നും നോക്കരുത്. നോക്ക്, അപ്പോൾ ഇതേ മൈനസ് ഇത്, അപ്പോൾ എത്ര വരും? -3 മൈനസ്, നമ്മൾ ചുമ്മാ നോക്കുകയാണ്, -2. അപ്പോൾ എന്തായി? പ്ലസ്. അപ്പോൾ എന്താ വരും? നെഗറ്റീവേ വരും. സോ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്. ഓക്കെ, ഇനി y ഡിസ്റ്റൻസ് എന്ത് വരുമെന്ന് പറയണം. നോക്കൂ, ഈ ദൂരം എന്ത് വരുമെന്ന് പറയണേ. ഇവിടുത്തെ നമ്പർ മൈനസ് ഇവിടുത്തെ നമ്പർ പറഞ്ഞോ. ഒരു എക്സാമ്പിൾ പറ. -5 മൈനസ് -4. അപ്പോൾ രണ്ട് ചേരുമ്പോൾ പ്ലസ്. അപ്പോൾ എന്താ വരും? നെഗറ്റീവ്. ഓക്കെ, സോ യു ആർ ഗെറ്റിംഗ് യുവർ ആൻസർ ആസ് പോസിറ്റീവ്. ബുദ്ധിമുട്ടുണ്ടായോ? സോ വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഞാൻ പറയേണ്ട കാര്യമുണ്ടോ?
അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഗ്രാഫ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. സോ സ്ലോപ്പ് എന്തായിട്ട് കിട്ടി? പോസിറ്റീവ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഒന്ന് സൂക്ഷിക്കണം. അവിടെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുക്കണമെന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. സോ ലിസൺ പ്രോപ്പർലി. അറ്റ് നെഗറ്റീവ് 1.2, so draw meet here, so position negative. Then if position is negative, as per this equation, so acceleration will be positive, no problem. Then next we have doubt regarding velocity. So how can you calculate velocity? Here you draw a straight line, find its slope. So അതിന് വേണ്ടി ഇവിടെ നിന്ന് വരയ്ക്കുക, മുട്ടിക്കുക, ഇവിടെ നിന്ന് വരയ്ക്കുക, മുട്ടിക്കുക. So T1 T2, T1ന് നേരെയുള്ളത് ഇനിഷ്യൽ പൊസിഷൻ, T2ന് നേരെയുള്ളത് ഫൈനൽ പൊസിഷൻ. പറയൂ, y ഡിസ്റ്റൻസ് ബൈ x ഡിസ്റ്റൻസ്, സ്ലോപ്പ്. സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. പറയൂ, x ഡിസ്റ്റൻസ് കാണാൻ T2 മൈനസ് T1. ഇവിടുത്തെ നമ്പർ -3 ഇവിടുത്തെ നമ്പർ -2. ഒരു എക്സാമ്പിൾ എടുക്കും. സോ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ആൻസർ. ദെൻ സി ഇവിടുത്തെ നമ്പർ മൈനസ് ഇവിടുത്തെ നമ്പർ. So again you will get a negative number. So the answer will be positive. So velocity will be positive. മനസ്സിലായ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ തേക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കി കണ്ടുപിടിച്ചോളണം. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകൂടെ?